ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. അൻ ആയിഷത റളിയല്ലാഹു തആല അൻഹാ ഖാലത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു തഅവ്വുദ മിനൽ മഗ്റം വൽ മഅ്സം ഫഖീല ലഹു യാ റസൂലല്ലാഹ് ഇന്നക തുക്സിറു തഅവ്വുദ മിനൽ മഗ്റം വൽ മഅ്സം فقال إن الرجل إذا غرم حدث فكذب ووعد فأخلف. റവാഹു അന്നസായി. ഈ ഹദീസിൻ്റെ അർത്ഥം, മഹാനായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ആയിഷ റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുകയാണ്, അവരിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായിട്ട് കടത്തിൽ നിന്നും പാപത്തിൽ നിന്നും രക്ഷ തേടുമായിരുന്നു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു തഅവ്വുദ മിനൽ മഗ്റമി വൽ മഅ്സം. പാപത്തിൽ നിന്നും കടത്തിൽ നിന്നും ധാരാളമായിട്ട് അള്ളാഹുവിനോട് രക്ഷ തേടുമായിരുന്നു. അപ്പോൾ ഫഖീല ലഹു യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതരെ എന്ന് വിളിച്ചുകൊണ്ട് പ്രവാചകനോട് ചോദിക്കുകയാണ്, ഇന്നക തുക്സിറു തഅവ്വുദ മിനൽ മഗ്റമി വൽ മഅ്സം, അങ്ങ് ധാരാളമായിട്ട് ഇങ്ങനെ പാപത്തിൽ നിന്നും കടത്തിൽ നിന്നുമൊക്കെ രക്ഷ തേടുന്നുണ്ടല്ലോ, എന്താണ് കാരണം? ഫഖാല ഇന്നർ റജുല ഇദാ ഗരിമ ഹദ്ദസ ഫകദിബ. ഒരു വ്യക്തി കടബാധ്യസ്ഥനായിട്ടുള്ള ആളാണെങ്കിൽ, കടക്കാരനായി മാറിയാൽ അയാൾ പിന്നെ സംസാരിക്കുമ്പോൾ കളവ് പറഞ്ഞേക്കാം. വവഅദ ഫഅഖ്ലഫ, വാഗ്ദാനം ചെയ്താൽ അത് ലംഘിച്ചേക്കാം. ഇത് ഇമാം നസായി 5487 നമ്പറായിട്ട് നൽകിയിട്ടുള്ള വചനമാണ്. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകിച്ച് നമസ്കാരങ്ങളിൽ അത്തഹയ്യാത്തും നബിയുടെ മേലുള്ള ഇബ്രാഹിമിയ സ്വലാത്തും കഴിഞ്ഞാൽ പല പ്രാർത്ഥനകളും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു വമാ അസ്റഫ്തു തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ. ആ പ്രാർത്ഥനയോടൊപ്പം തന്നെ പ്രവാചകൻ പലപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റം. അല്ലാഹുവേ, പാപത്തിൽ നിന്നും കടത്തിൽ നിന്നും ഞാനിതാ നിന്നോട് രക്ഷ തേടുന്നു എന്നുള്ളത്. അപ്പോൾ ഒട്ടേറെ പാഠങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒന്ന്, ഈ കടം എന്നുള്ളത് വലിയ ഒരു പ്രശ്നമാണ്. പരമാവധി നമ്മൾ കടക്കാരനാവാതിരിക്കാനുള്ള അങ്ങേയറ്റത്തെ ജാഗ്രത ഉണ്ടാകണം. ചെറുതോ വലുതോ ആയിട്ടുള്ള കടം ഇല്ലാതിരിക്കാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം, പ്രാർത്ഥനയുണ്ടാകണം കടക്കാരനാവാതെ ജീവിക്കാൻ. ഇനിയോ അഥവാ കടം വാങ്ങേണ്ടി വന്നാൽ, നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നമുക്ക് പണം ആവശ്യമായി വരുമ്പോൾ കടം വാങ്ങേണ്ടി വരും. അപ്പോൾ കടം മുൻഗാമികളൊക്കെ പല ആളുകളും വാങ്ങിയിട്ടുണ്ട്, വാങ്ങാനുള്ള അനുവാദം ഇസ്ലാം നൽകിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് വീട്ടാൻ സാധിക്കുന്ന ഒന്നായിരിക്കണം നമ്മൾ വാങ്ങേണ്ടത്. അപ്പോൾ അങ്ങനെ കടം ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് വീട്ടാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അത്തഅവ്വുദു മിനദ്ദൈനി മുത്ലഖൻ സവാഉൻ ഖദറ അലൈഹി അം ലം യഖ്ദിർ. നമുക്ക് കടം വീട്ടാൻ കഴിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ പോക്കറ്റിൽ പണം കിട്ടും, നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം. അപ്പോൾ കടം വീട്ടാനുള്ള ശേഷി നമുക്കുണ്ടെങ്കിലും ഇനി അടുത്ത മാസമൊന്നും കടം വീട്ടാനുള്ള പണം നമുക്ക് കിട്ടൂല, കുറേ കഴിഞ്ഞിട്ട് കിട്ടുമോ കിട്ടൂല നമുക്ക് അറിഞ്ഞൂടാ. അങ്ങനെയാണെങ്കിലും
രണ്ടവസ്ഥയായിരുന്നാലും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അതാണ് അള്ളാഹിനോട് രക്ഷ തേടുക. നമുക്ക് കടം വീട്ടാനുള്ള പണം കിട്ടാൻ സാധ്യത വളരെ അടുത്തുണ്ട് എങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, അത് വീട്ടാനുള്ള ഒരു തൗഫീഖിന് വേണ്ടി, അങ്ങനെ കടങ്ങളിൽ നിന്ന് മുക്തനാകുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായിട്ട് തൻ്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. എത്രയെത്ര ഉപകാരപ്രദമായിട്ടുള്ള പ്രാർത്ഥനകളാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ വളരെ ലളിതമായ എന്നാൽ വളരെ അർത്ഥസമ്പുഷ്ടമായ ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സം. ഇസ്മ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇസ്മ എന്ന് പറഞ്ഞാൽ പാപം. ഇന്ന ബഅദ ഇസ്മുൻ സൂറത്തുൽ ഹുജറാത്തിൽ വന്നിട്ടുണ്ട്. ഇസ്മ പറഞ്ഞ പാപം. അപ്പം മഅ്സം കുറ്റം കിട്ടുന്ന ഒന്ന്, ഉഖൂബത്ത് ശിക്ഷ കിട്ടുന്ന, അതിനൊക്കെ അങ്ങനെ ഉള്ള കാര്യത്തിലേക്കൊക്കെ നയിച്ചേക്കാവുന്ന സംഗതിക്കാണ് മഅ്സം എന്ന് പറയുക. മഗ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം, ദൈൻ എന്ന് പറയും. അപ്പോൾ ഈ കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ്റെ ആ വിനയം, അങ്ങേയറ്റം വിനയമുള്ള ആളായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിനയം കൊണ്ടായിരിക്കും പ്രവാചകൻ ഇത് പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക. അതോടൊപ്പം തന്നെ പ്രവാചകൻ അള്ളാഹുവിനെ നല്ലവണ്ണം ശുക്ർ ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ അവിടുത്തെ വിനയം കൊണ്ടും അവിടുത്തെ നന്ദിയുള്ള മനസ്സുകൊണ്ടും അതോടൊപ്പം തന്നെ ഈ സമൂഹത്തെ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ, തൻ്റെ ഉമ്മത്തിനെ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ പഠിപ്പിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ പ്രാർത്ഥന പ്രവാചകൻ പ്രാർത്ഥിച്ചതും പഠിപ്പിച്ചതും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ പ്രാർത്ഥന, ഇങ്ങനെയുള്ള പ്രാർത്ഥന ഒക്കെ നമ്മൾ നടത്തണം എന്ന് അതിനുള്ള പ്രേരണയാണ് ഈ ഹദീസ് നൽകുന്നത് എന്ന് നമ്മൾ അറിയുക. കടവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ ഇമാം തിർമിദിയുടെ സുനനിൽ 1572 നമ്പർ വചനത്തിൽ കാണാം. അൻ സൗബാൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ മാത വഹുവ ബരീഉം മിൻ സലാസിൻ അൽ കിബ്ർ വൽ ഗുലൂൽ വദ്ദൈൻ ദഖലൽ ജന്ന. അതായത് സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് വേദനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ 3 കാര്യങ്ങളിൽ നിന്ന് മുക്തനായിക്കൊണ്ട് മരണപ്പെട്ടാൽ, അദ്ദേഹം തൗഹീദുള്ള ഈമാനുള്ള വ്യക്തിയൊക്കെ ആണെങ്കിൽ, എന്ത് 3 കാര്യങ്ങൾ? കിബിറിന്ന്, അഹങ്കാരത്തിൽ നിന്ന്, വൽ ഗുലൂൽ വഞ്ചന, അങ്ങനെയുള്ള സംഗതികളിൽ നിന്നൊക്കെ അവന് മുക്തനായിട്ടുണ്ടെങ്കിൽ, വദ്ദൈൻ കടത്തിൽ നിന്നൊക്കെ മുക്തനായിക്കൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടതെങ്കിൽ ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കും എന്നുള്ളതാണ്. മറ്റൊരു വചനത്തിൽ കാണാം, നഫ്സുൽ മുഅ്മിനി മുഅല്ലഖതും ബിദൈനിഹി ഹത്താ യുഖ്ല അൻഹു. ഒരാളുടെ ആത്മാവ്, ആ ആത്മാവ് കടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കടം എപ്പോൾ വീട്ടുന്നോ അതുവരെ ആ നഫ്സിന്, ആ ആത്മാവിന് അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. അവൻ്റെ മറ്റുള്ള സൽക്കർമ്മങ്ങൾക്ക് കിട്ടാനുള്ള പദവികൾ പോലും തടസ്സപ്പെട്ടേക്കാം എന്നീ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം അബ്ദുറസാഖ് അദ്ദേഹത്തിൻ്റെ മുസന്നഫിൽ കൊടുക്കുന്ന മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാ ഹംറാൻ ഇത്തഖില്ല, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുകയേ മനുഷ്യ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വലാ തമുത്ത് വഅലൈക ദൈൻ, കടമുണ്ടായിരിക്കുന്ന അവസ്ഥയിൽ നീ മരണപ്പെട്ടു പോകരുത്. ഫയൂഖദു മിൻ ഹസനാതിക്, അങ്ങനെ കടക്കാരനായൊക്കെ മരണപ്പെട്ട് അത് വീട്ടാൻ കഴിയാതെ പോയാലോ നിൻ്റെ നന്മയിൽ നിന്നത് എടുത്തു കൊടുക്കപ്പെടും. ലാ ദീനാറുൻ സമ്മ വലാ ദിർഹമുൻ, അവിടെ ദീനാറോ ദിർഹമോ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നിൻ്റെ നന്മയിൽ നിന്നെടുത്തിട്ട് ആ കടമാർക്കാണോ നൽകേണ്ടത് അവർ കൊടുത്തേക്കും എന്നുള്ളതാണ്. അപ്പോൾ സഹോദരങ്ങൾ, ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുക. ഇത് സ്വഹീഹുൽ ബുഖാരിയിൽ പല തവണ വന്നിട്ടുണ്ട്. 6368 നമ്പറിൽ വന്നിട്ടുണ്ട്. ബുഖാരിയുടെ കിതാബു സ്വലയിൽ ബാബു ദുആഇ ഖബല സലാം, സലാം ചൊല്ലുന്നതിന് വേണ്ടിയുള്ള മുമ്പുള്ള പ്രാർത്ഥനകൾ പറയുന്ന ഭാഗത്ത് ഈ പ്രാർത്ഥന വന്നിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഗ്സമി വൽ മഗ്റം എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല
കടത്തിൽ നിന്ന് മുക്തനായി ജീവിക്കുവാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.